മേടരാശിക്കാർക്ക് എങ്ങനെ? അശ്വതി ഭരണി കാർത്തികകാലി ഇവർക്ക് 4-ലാണ് ഗുരുവിന്റെ സ്ഥിതി. അപ്പം തുലാമാസം 1-ാം തീയതി തന്നെ ഗുരു കർക്കിടകത്തിലോട്ട് സഞ്ചരിക്കുകയാണ് ഡിസംബർ 5 വരെ. അപ്പൊ 4-ാം ഭാവം വരുന്നത് ചിലർക്ക് വീട് പൂർത്തിയാവാതെ തടസ്സപ്പെട്ടു നിന്നിരിക്കാം. അതിന്റെ പൂർത്തീകരണം നടക്കുന്ന ഒരു സമയമാണ് ഇപ്പം. വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. കുട്ടികളുടെ പഠന വിഷയം, ഇപ്പൊ മെഡിക്കൽ പഠനമൊക്കെ നടത്തുന്ന കുട്ടികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. 10-ാം ഭാവം ഗുരുവിന്റെ ദൃഷ്ടി വരുന്നത് തൊഴിൽ മേഖലയിലൊക്കെ അഭിവൃദ്ധി പ്രാപിക്കും. ചിലവർക്ക് ഗോൾഡ് പണയം പോയിരിക്കാം. അവർക്കൊക്കെ ഈ കാലയളവിൽ ഗോൾഡ് തിരിച്ചെടുക്കാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും 4-ാം സ്ഥാനം സുഖസ്ഥാനമാണ്. തീർത്ഥാടനം പോകാനുള്ള യോഗം കാണുന്നു. ചിലർ കുറെ കാലമായിട്ട് നമുക്ക് തിരുപ്പതി പോവാം, മൂകാംബിക പോവാം എന്നൊക്കെ പ്രാർത്ഥന അതായത് നേർച്ച നേർന്നിരിക്കാം. ഇവർക്കൊക്കെ ഈ സമയം മൂകാംബിക, തിരുപ്പതി, അതായത് മഹാക്ഷേത്രങ്ങൾ പോകാനുള്ള യോഗം കാണുന്നു. അശ്വതി ഭരണി കാർത്തികകാലി. പിന്നെ കുടുംബത്തിൽ തന്നെ സ്വഗ്രഹത്തിൽ തന്നെ ഒരു വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. 50 ദിവസം സഞ്ചാരമുള്ളൂ. അപ്പൊ നമുക്ക് തുലാമാസ ഫലത്തിൽ നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം വളരെ സപ്പോർട്ടീവായിരിക്കും. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ 86 പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.